ഇപ്പോൾ കുംഭമേളയെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്, വാർത്തകളിലൊക്കെ നിറഞ്ഞിരിക്കുന്നത്. ഈ കുംഭമേളയുടെ ഇടയ്ക്ക് നമ്മൾ കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് സ്വാമി ആനന്ദവനം അദ്ദേഹം മഹാമണ്ഡലേശ്വരായി അവരോധിതനായി. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു പൂർവാശ്രമത്തിലേക്ക് ചെന്നാൽ ജേർണലിസ്റ്റായിരുന്നു. അപ്പോൾ സാറ് മാതൃഭൂമിയിൽ ന്യൂസ് എഡിറ്ററായിട്ട് നിൽക്കുന്നു, അദ്ദേഹം ഒരു റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുന്നു. അതിനു മുമ്പ് സാറിൻ്റെ തന്നെ ശിഷ്യനാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന സ്വാമി ആനന്ദവനം ഇവിടെയും വന്ന് നമ്മളോടൊപ്പം ഒരേ മേശയ്ക്ക് ചുറ്റിരുന്ന് ടോക്കിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള ആ ഓർമ്മകൾ ഒന്ന് വ്യക്തമാക്കാം. ഓർമ്മകൾ എന്ന് പറയുന്നത് തന്നെ ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഏതാണ്ട് 2000-ൻ്റെ തുടക്കം മുതൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാണ്. ആദ്യം ഞാൻ പരിചയപ്പെടുന്നത് പ്രസ് അക്കാഡമിയിൽ ജേർണലിസം വിദ്യാർത്ഥിയായിട്ട് വരുമ്പോഴാണ്. അന്ന് കേരളവർമ്മ കോളേജിൽ നിന്ന് അവിടുത്തെ SFIയുടെ വലിയ ചെയർമാനൊക്കെ ആയിരുന്നു, മറ്റേ കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു. SFIയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹിത്വമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ നിന്ന് നേരെ അന്ന് അദ്ദേഹത്തിന് JNUവിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു. അപ്പോൾ JNUവിൽ അഡ്മിഷൻ കിട്ടിയിട്ട് പുള്ളിക്കാരനത് പോണ്ട എന്ന് നിശ്ചയിച്ചു. പോകാതെ ഈ ജേർണലിസ്റ്റിനോടുള്ള താല്പര്യം കാരണം അന്ന് മീഡിയ അക്കാഡമി, അന്ന് കേരള പ്രസ് അക്കാഡമിയാണ്, അപ്പോൾ അവിടെ വന്ന് ഇദ്ദേഹം വിദ്യാർത്ഥിയാവുന്നു. അങ്ങനെ വിദ്യാർത്ഥിയാകുമ്പോൾ ഞാനവിടെ ഒരു ഫാക്കൽറ്റി ആയിരുന്നത് കാരണം ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്താണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ 1-2 ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ആളിനെ പിടികിട്ടി. കാരണം എൻ്റെ ഒരു മീഡിയ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ അതിശോക്തി ഇല്ലാതെ പറയാവുന്ന സാധനം വെച്ചാൽ ഇത്രയും സമർത്ഥനായിട്ടുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെയും കണ്ടിട്ടില്ല, അതേപോലൊരു ജേർണലിസ്റ്റിനെയും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കൂടെ റിപ്പോർട്ടറായിട്ട് കൊച്ചിയിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ വിദ്യാർത്ഥിയായിരിക്കുമ്പം തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ എക്സസൈസ് കൊടുക്കുമല്ലോ. അതെ. അപ്പോൾ അന്ന് സമയത്ത് ചില എക്സസൈസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഒന്ന് എന്താ പറയുക, ഒന്ന് പിടിച്ചൊന്ന് ചുരുട്ടാൻ വേണ്ടിയിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഗതി. ശരിക്കും പറഞ്ഞാൽ ഒരിക്കൽ അന്ന് NN സത്യവ്രതൻ എൻ്റെയും കൂടെ ഗുരുവായിരുന്നു, അദ്ദേഹമായിരുന്നു അന്ന് ഡയറക്ടർ. അപ്പോൾ അന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം കിട്ടാൻ കുട്ടികൾ എഴുതുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനത് കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ആ ക്ലാസ്സിലുണ്ട്. അപ്പോൾ അത്ര മൈന്യൂട്ടായിട്ടുള്ള ഒരു സംഗതി. കാരണം എന്താ വെച്ചാൽ പ്രത്യക്ഷ വായനയ്ക്ക് ഒരിക്കലും പിടികിട്ടത്തില്ല. പക്ഷെ അതിനെ നമ്മളെ തന്നെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പോലും കടത്തി വെട്ടുന്ന ആ ഒരു സൂക്ഷ്മതലത്തിലേക്ക് പോയിട്ട് അതിനെ മറുപടി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, എല്ലാ വിഷയങ്ങളും. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടൊരു സൂക്ഷ്മതയിലേക്ക് ഇങ്ങനെ എപ്പോഴും നോക്കിയിരിക്കുന്ന ഒരു കണ്ണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കും, പൂർവാശ്രമത്തിൽ ഉണ്ടായിരുന്നു. പേരോട് പറഞ്ഞില്ല, പേര് ഇപ്പം പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പേര് സലിൽ എന്നായിരുന്നു, സലിലുണ്ടായിരുന്നു. അപ്പോൾ അത് മറ്റ് പല ഘടകങ്ങളുണ്ടാണ് ഈ പേര് പൂർവാശ്രമത്തിന്. കാരണം എന്ന് വെച്ചാൽ പൂർവാശ്രമം നമ്മൾ പുറമേ കാണുന്ന സമയത്ത് നമ്മളൊരിപ്പം താങ്കളെ ഞാനിപ്പോൾ കാണുന്നു, താങ്കളുടെ കഴിഞ്ഞ ആഴ്ച വരെ പേര് മറ്റേതെങ്കിലും ഒരു മതത്തിൽ നിന്ന് മാറിയാന്നിരിക്കട്ടെ, നമ്മൾ അത് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ താങ്കളെ എനിക്ക് കാണാൻ പറ്റത്തില്ല, പുതിയ ഒരു പേരിലൂടെ എനിക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത്, അല്ലാതെ ആ സ്വാമിമാർക്കോ വ്യക്തികൾക്കോ ഉണ്ടാവുന്നില്ല, നമ്മുടെ കാഴ്ചയുടെ പ്രശ്നമാണ്. നമ്മൾ പഴയതിലേക്ക് പോകുമ്പോൾ പഴയ ഭൂതകാലത്തിൽ പോയി നമ്മൾ തറഞ്ഞു പോകും. അതുകൊണ്ടാണ് പൂർവാശ്രമം അന്വേഷിക്കേണ്ടതെന്ന് പറയുന്നത്, അല്ലാതെ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അന്ന് P. സലിൽ എന്നായിരുന്നു അതിൻ്റെ പേര്. അത് കഴിഞ്ഞ് അദ്ദേഹം മാതൃഭൂമിയിൽ വരുന്നു. മാതൃഭൂമിയിൽ വന്ന് മാതൃഭൂമിയിൽ ഈ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ട്സ് കൊണ്ടുവരുന്ന സമയത്ത് അവിടെയാണ് നമ്മൾ അതിശയിപ്പിക്കുന്നത്. എത്ര വലിയ, ഉദാഹരണത്തിന് ഇവിടെ ഈ ഗീതാജ്ഞാനയൊക്കെ നടന്നപ്പോൾ സന്ദീപാനന്ദ ഗിരിയുടെ, അന്ന് ഗിരിയായിട്ടുള്ള ചൈതന്യമാണ്. അപ്പം അത് അദ്ദേഹമൊക്കെ വളരെ ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യക്ഷത്തിൽ ഒരു CPM സ്വാമിയാവുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. നല്ല വ്യാഖ്യാനമായിരുന്നു ഈ ഭഗവത്ഗീതയുടെയൊക്കെ. അപ്പോൾ ഈ 3 മണിക്കൂർ ഇദ്ദേഹത്തിൻ്റെ ഈ ഭഗവത്ഗീത വ്യാഖ്യാനം അതൊരു 20 സെൻറ്റിമീറ്ററായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എഴുതി കൊണ്ടുവരുന്ന സമയത്ത് ഇത് ഈ വ്യാഖ്യാതാവ് പോലും പിറ്റേ ദിവസം ഞെട്ടിപ്പോവുകയാണ്, ഇത്ര ക്ലാരിറ്റിയോടുകൂടി എനിക്ക് പറയാൻ കഴിയുമെന്നുള്ള സാധനം. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു വേവ് തന്നെ എറണാകുളത്തുണ്ടാക്കുകയും TDM ഹാളാണ് നടന്നത്. അപ്പോൾ TDM ഹാളിൻ്റെ മെയിൻ ഹാൾ പിറ്റേ ദിവസം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അടുത്ത 2 ഹാളുകൾ വീണ്ടും ഒരു CCTV ഒക്കെ വെച്ച് പറഞ്ഞു. അവസാനം പുറത്ത് വരെ കല്യാണത്തിൻ്റെ ഹാളിൽ വരെ, സദ്യ നടത്തുന്ന ഹാളിൽ വരെ CCTV വയ്ക്കേണ്ട ആവശ്യം വന്നു. ഇതിലേക്ക് മാറാൻ കാരണം ഈ മാതൃഭൂമിയിലെ ഈ സലീലിൻ്റെ റിപ്പോർട്ടിങ് തന്നെയായിരുന്നു. ഇവിടെ നിന്നുള്ള ആൾക്കാർ ഇത് അന്ന് ഫാക്സ് പ്രധാനമായിട്ടുള്ള സമയമാണ്, ഫാക്സ് ചെയ്ത് വിദൂരങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെയായിട്ടാണിത് ഞങ്ങൾ അവസാനം ഇത്
പുസ്തകമാക്കി ഇറക്കാൻ തീരുമാനിക്കുന്നു. അത് ഡിമാൻഡ് വന്നതിന് ശേഷമാണ്, ആൾക്കാരുടെ ഭയങ്കര ഒരു ആവശ്യം വന്നു. അപ്പോൾ അത് 108 ദിവസമായിരുന്നു. അപ്പോൾ 108 ദിവസമായ ആ ഒരു സമയത്ത് ഇത് പുസ്തകമാക്കി ഇറങ്ങിയിട്ട് മാതൃഭൂമിക്ക് ഇത് ശ്രേയംസ് കുമാർ അദ്ദേഹം അവിടെ വന്ന സമയത്ത് ഞാൻ തന്നെ നേരിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതിങ്ങനെ പുസ്തകമാക്കിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ അനുകൂലമായിട്ട് പറഞ്ഞു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അന്ന് OK ജോണി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തായിരുന്നു ബുക്കിൻ്റെ മാനേജറായിട്ട് തന്നെ. OK ജോണിയൊക്കെ ഈ പറഞ്ഞതുപോലെ വളരെ ഒരു ബുദ്ധിജീവി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവർക്ക്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു പ്രപ്പോസൽ അയച്ചപ്പോഴത്തേക്ക് അദ്ദേഹം എനിക്ക് തിരിച്ച് മറുപടി അയച്ചു, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ യുവജനോത്സവത്തിന് പിന്നെ ഇത് പുസ്തകമാക്കി ഇറക്കേണ്ടി വരും, ഇത് വല്ല RSSകാരും മറ്റോ ചെയ്തോളട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മറുപടി എനിക്ക് അയച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു ക്വാളിറ്റി, നമ്മൾ ഈ റിപ്പോർട്ടിങ്ങിനകത്ത് നമ്മൾ പിന്നെ പുലർത്തിയിരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഭഗവത്ഗീത ചെറുപ്പക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ഉദ്ദേശം. കാര്യം അത്ര പിന്നെ എന്താ പറയുക ഇലക്ട്രിഫയിങ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണത്. പക്ഷെ അങ്ങനെ വരാൻ ഇത് പുസ്തകം അത് നിഷേധിച്ച സമയത്ത് അവസാനം ഞാനും സലിലും കൂടെ സംയുക്തമായിട്ട് ഇത് ഇറക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് അതിൻ്റെ കവർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ തൃശ്ശൂർ പ്രസിഡന്റ്, അദ്ദേഹം ഈ നമ്മുടെ മുണ്ടശ്ശേരി മാഷിൻ്റെ ചെറുമകനാണെന്ന് എനിക്ക് തോന്നുന്നത്, അടുത്ത ബന്ധമാണ്. അപ്പോൾ ഈ ഫ്രാൻസിസിൻ്റെ കയ്യിൽ ഇത് കൊണ്ടു കൊടുക്കുന്നു. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ സലീലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിനക്ക് ഇത് നീ വിറ്റിട്ട് കാശ് തന്നാൽ മതി, വിറ്റില്ല എനിക്ക് പോയില്ലെങ്കിൽ കാശ് തരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തത്വമയാനന്ദ സ്വാമി അവസാനത്തെ ദിവസം ഇവിടെ വരുന്നു ഇതിൻ്റെ സമാപനം കുറിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് പുസ്തകം ഇത് അവിടെ വെച്ചിട്ട് ഇത് തൃശ്ശൂർ ഈ സമയത്ത് ഞങ്ങൾ ഇതിനിടയ്ക്ക് തന്നെ ജോലിയുടെ ഇടയ്ക്ക് തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് ഡിസൈനും എല്ലാം കഴിഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്തു. 108-ാം ദിവസം ഇത് സമാപന ദിവസം ഉച്ചയാകുമ്പോഴത്തേക്ക് അടിച്ച് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ഒരു പഴയ അംബാസഡർ കാറിൽ ഏകദേശം ഒരു 5-5:30 മണിയായ സമയത്ത് ഈ 5000 കോപ്പികൾ 5000 കോപ്പിയും കൊണ്ട് സെല്ല് TDM ഹാളിൻ്റെ മുമ്പിൽ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇറങ്ങുന്ന സമയത്ത് അവസാനം ഇത് പുസ്തകമാണെന്നോട്ട് ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ ഇത് വിട്ട സമയത്ത് ജനങ്ങളിത് ഭയങ്കരമായ ബഹളമായി, തട്ടിപ്പറിക്കാനായിട്ട്. ആൾക്കാരിങ്ങനെ 100 റുപ്യായിരുന്നു പുസ്തകത്തിന്, 500ഉം മറ്റേത് 100 കൊണ്ട് എറിഞ്ഞിട്ട് ഈ പുസ്തകം തട്ടിപ്പറിക്കലായി. അവസാനം പോലീസിനോട് വേണ്ടി വന്നു. അങ്ങനെ ഒരുപക്ഷെ എനിക്കൊന്ന് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു 15 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ 5000 ഒരു പുസ്തകത്തിൻ്റെ 5000 കോപ്പി വിറ്റഴിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ SFIക്കാരിൽ നിന്നുള്ളൊരു പരിവർത്തനത്തിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മാതൃഭൂമിയിൽ നിന്നു പിന്നെ ഞാൻ പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഒപ്പം തന്നെ സലിലും പുറത്തേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സന്ദീപ് അനന്തഗിരിയും ഞങ്ങൾ 3 പേരും കൂടെ കുറച്ച് ഞങ്ങൾ സംയുക്തമായിട്ട് യാത്ര ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ഒരു പിന്നെ ഗതിക്ക് സുഖമില്ലാത്തതാണ്. സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വഴിയുണ്ട്. അപ്പം നമുക്കതൊരു സുഖകരമല്ലാത്തത് കൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ഞാനും സലിലും സന്ദീപാനന്ദഗിരിയുമായിട്ട് ഞങ്ങൾ വളരെയധികം ഇപ്പോഴും ആ സൗഹൃദം നിലനിർത്തുന്നുണ്ട്. സൗഹൃദത്തിൽ ഞങ്ങൾ പിരിഞ്ഞു. പിന്നീട് അതിന് ശേഷം സല് പിന്നെ യാത്രകളിലാണ്. യാത്രകളെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ ദീർഘമായ യാത്രകൾ, ഇന്ത്യ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു, ഇന്ത്യയുടെ എല്ലാ കോണുകളിലും പോയിട്ട് തിരിച്ചു വരും. അങ്ങനെ ഒരിക്കൽ ഞാൻ ഒരു ദീർഘകാലത്തെ പുള്ളിയെ കാണാതിരുന്നു. ഒരിക്കൽ വന്ന സമയത്ത് അദ്ദേഹം കർണാടകത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഓരോ വരവിനും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾ കാണാൻ പറ്റും. സംസ്കൃതം അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിരിക്കുന്നു. ഒരിക്കൽ ഈ കർണാടകത്തിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ കാണുന്നത് അദ്ദേഹം എത്രയോ ദിവസങ്ങളോ മാസങ്ങളോ ആഴ്ചകളോ അത്ര എനിക്ക് ഓർമ്മയില്ല, അവിടെ ഒരു വിഭാഗം ഈ അക്ഷര ഉപാസന നടത്തുന്നുണ്ട്. ഈ അക്ഷര ഉപാസനയിൽ പങ്കെടുത്തിട്ട് വരികയാണ് ചെയ്യുന്നത്. ഓരോ അക്ഷരത്തിനെ ഉപാസിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പോൾ എന്ന് പറയുന്ന വാക്കിൻ്റെ ഓരോ ശബ്ദത്തിൻ്റെ വ്യതിയാനങ്ങൾക്കും അർത്ഥങ്ങൾ മാറി മാറി വരികയാണ് ചെയ്യുന്നത്, അതിൻ്റെ ധ്വനി മാറി മാറി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വാക്കുകൾ ഉച്ചരിക്കുന്നതിൻ്റെ സംസ്കൃതത്തിൽ ഇപ്പം വിശേഷിച്ചത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം മലയാളത്തിലാണ്. കാര്യം മലയാളത്തിലെ ഏകദേശം 85% വാക്കുകൾ സംസ്കൃതത്തിൻ്റെയാണ്. അപ്പോൾ ഈ ഉച്ചാരണത്തിൻ്റെ പ്രത്യേകതയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഭാസ്കരൻ എന്ന് പറയുന്നു,
ആ ഭാസ്കരൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ വയറിന് മാറ്റം വരുന്നു, നമ്മളുടെ അബ്ഡമനിൽ മാറ്റം വരും, അതോടൊപ്പം സ്വരത്തിൽ മാറ്റം വരും, മുഴക്കം വരും. മനസ്സിലല്ലേ? അപ്പോൾ ശരീരത്തിൽ മുഴുവൻ ആ തരംഗങ്ങൾ മാറും. ഇതിന് ശാരീരികമായ പ്രത്യേകതകളുണ്ട്. അവിടെയാണ് ഈ അക്ഷരോപാസനയുടെ ഒരു ശാസ്ത്രീയ വശം കിടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് പറയുന്ന വ്യക്തിയും കേൾക്കുന്ന വ്യക്തിയിലും മാറ്റങ്ങളുണ്ടാവും. മറിച്ച് ഭാസ്കരൻ എന്ന് പറയുന്നതിന് പണ്ട് ഈ ഭാരതീയ സംസ്കൃതി ജീർണിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ സ്വാഭാവികം എല്ലാ ജീർണതകളും വരുന്നത് ചൂഷണത്തിൽ കൂടെയാണല്ലോ. അപ്പോൾ ഈ കാര്യസ്ഥന്മാർ പണിക്കാരെ വിളിക്കുന്നത് ഭാസ്കരനെ വിളിക്കത്തില്ല. ഒരാൾക്ക് ഭാസ്കരന് പേരുണ്ടെ പാക്കരാന്നെ വിളിക്കത്തില്ല. അപ്പോൾ പാക്കരൻ എന്ന് പറയുന്നതും ഭാസ്കരൻ എന്ന് പറയുന്നതും നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ വ്യത്യാസമുണ്ടോ? ഇത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അർത്ഥതലത്തിലും ഒക്കെ സൗന്ദര്യാത്മകമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരുപാട് സംഗതികൾ ഓരോ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൻ്റെ പിന്നിലും ശബ്ദത്തിൻ്റെ പിന്നിലുമുണ്ട്. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ സൂക്ഷ്മ പഠനവും കൂടിയാണ് ഈ അക്ഷരോപാസന. അപ്പോൾ ആ അക്ഷരോപാസനയിൽ എത്രയോ മാസം പങ്കെടുത്തിട്ട് വന്ന് ഒരിക്കൽ അന്ന് ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ആ സംഭാഷണത്തിൽ മുഴുവൻ ഇതിൻ്റെ ഒരു സംഗതി കേട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ അത് വളരെ പുതിയ അറിവായിരുന്നു സാർ. അതുപോലെ തന്നെ എൻ്റെ ഒരു പുസ്തകം എലിസൺ എന്നും പറഞ്ഞിട്ട് എക്കാർട്ട് ടോളി എന്ന് പറഞ്ഞ പവർ ഓഫ് നൗ എന്ന് പറയുന്ന ഒരു വിഖ്യാതമായ പുസ്തകമുണ്ട്. അപ്പോൾ ഈ പുസ്തകം ഞാൻ വായിച്ചതിന് ശേഷമാണ് സല്ലുമായിട്ടത് ഷെയർ ചെയ്യുന്നത്. സല്ല് വായിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ദീർഘകാലം ഇതിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങളും ചർച്ചകളും വരുന്നു. ഒടുവിൽ ഈ പിറവി എന്ന മാഗസിൻ, അതായത് സന്ദീപാനന്ദഗിരിയുടെ കൂടെ അദ്ദേഹം ചേർന്നതിന് ശേഷം സി രാധാകൃഷ്ണൻ എഡിറ്ററും ഇദ്ദേഹം പിന്നെ ജോയിൻറ്റ് എഡിറ്റർ ആയിട്ട് ഈ പിറവി എന്ന മാസിക തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഈ സലിലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഈ പവർ ഓഫ് നൗവിനെ അവതരിപ്പിക്കാൻ പറഞ്ഞു. ട്രാൻസ്ലേഷനല്ല. അപ്പോൾ അങ്ങനെ ആ അനുഭവത്തിലൂടെ എഴുതിയ അനുഭവക്കുറിപ്പുകളാണ് എൻ്റെ എലിസൺ എന്ന പുസ്തകത്തിന് കാരണമായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സലിലിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് ഞാൻ അതിൻ്റെ എഴുതിയതും ഇതൊക്കെ വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പരിണാമം എൻ്റെ മുമ്പിൽ എനിക്ക് ശരിക്കും ക്ലോസ് ആയിട്ട് കാണാൻ കഴിയുമായിരുന്നു സാർ. അതേപോലെ തന്നെ ഇപ്പോൾ ആയുർവേദത്തിനെ കുറിച്ച് പഠിച്ചു. ഈ കാലയളവിൽ ഒരു 10-15 കൊല്ലത്തിനകത്ത് ഇടയ്ക്ക് ഇദ്ദേഹം കടന്നു പോകാത്ത ഒരു വഴികളില്ല. പിന്നെ അതുപോലെ കാശിയിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രമാണങ്ങൾ പലതും പഠിക്കുന്നു, ഉപനിഷത്തുകളോട് പരിചയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പഠനശേഷി പഠിക്കുക എന്ന് പറയുന്നത് ഈ പിന്നെ വളരെയധികം എന്താ പറയുക ഒരു ആവേശം പോലെ, അതല്ലെങ്കിൽ ഒരു ആർത്തി പോലെയാണ് ഇദ്ദേഹത്തിലുണ്ടായിരുന്നത് സാർ. അത് നമ്മൾ പണ്ടേ ശ്രദ്ധിച്ചിട്ടുണ്ട് സാർ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ ആവണം ഈ ഒരു പരിണാമത്തിലേക്ക് മാറാൻ കാരണം. അതുപോലെ തന്നെ ഇത് പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗങ്ങൾ, അതിൻ്റെ സാധ്യതകൾ, ഇതൊക്കെ വളരെ മുൻപ് തന്നെ ഇപ്പം എനിക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇദ്ദേഹത്തിനാണ് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പം മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്നത് ഒരു വലിയ പദവിയാണ്. തീർച്ചയായിട്ടും. ആ ഒരു പദവിയിൽ ഇന്നലെ വരെ ശിഷ്യനായിരുന്ന ആൾ ഇനി നാളെ സാറ് ഗുരുവാണ് മഹാമണ്ഡലേശ്വർ ആകുന്നതിന് മുമ്പ്. പക്ഷേ ഇപ്പോൾ മഹാമണ്ഡലേശ്വർ ആയി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വലിയ അധികാരങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അത്ര റെസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഗുരു നാളെ ശിഷ്യനായിട്ട് മാറുമോ? ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്ന് വെച്ചാൽ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഭൂതകാലം അന്വേഷിക്കരുത്. വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നത് എങ്ങനെ കാണണം. അപ്പോൾ അദ്ദേഹം മഹാമണ്ഡലേശ്വർ എന്നുള്ളൊരവസ്ഥയിലേക്ക്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം ഞാനൊക്കെ ജീവിതത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഗൃഹസ്ഥനാണ്, എല്ലാ അർത്ഥത്തിലും നടുക്ക് നിൽക്കുന്ന വ്യക്തിയാണ്. ആ നടുക്ക് നിന്നുകൊണ്ട് എനിക്ക് എൻ്റേതായ ഒരു സന്തോഷത്തിൻ്റെ വഴിയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇതിനെ സ്പിരിച്വൽ ഇങ്ങനെയൊക്കെ പറയുന്നത് വിഡ്ഢിത്തരമാണ്. മനസ്സിലായില്ലേ? ചില ആൾക്കാർ പറയാറുണ്ട് അധ്യാത്മത്തിൻ്റെ വഴി, സ്പിരിച്വാലിറ്റി. അതെന്താണെന്ന് വെച്ചാൽ വിവരമില്ലാത്തതുകൊണ്ട് പറയുന്ന സംഗതിയാണ്. എല്ലാ മനുഷ്യനും ജനിച്ചു വീണ് മരിച്ച മനുഷ്യനെല്ലാം ഈ സംഗതിയാണ് സ്പിരിച്വൽ. കേരളത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം ഇതാണ് സ്പിരിച്വൽ. മനസ്സിലായില്ലേ? പക്ഷേ സ്പിരിച്വൽ എന്ന് പറയാൻ പാടില്ല. ജീവിതത്തിൻ്റെ ഒരു ലഹരി വേണ്ടേ? അതെ, ജീവിതത്തിന് ലഹരി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ജീവിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ എന്താണ് ലഹരി എന്ന് മനസ്സിലാക്കണം. ഇത് പിടികിട്ടാത്തതുകൊണ്ടാണ് ഈ കേരളത്തിലെ ആൾക്കാർ സ്പിരിച്വൽ ആകാനായിട്ട് സ്പിരിറ്റിനെ ആശ്രയിക്കുന്നതും പിന്നെ ലഹരിക്ക് വേണ്ടിയിട്ട് ഈ MDMA-യും അതുപോലെ തന്നെ ഫെൻറ്റാലിനെയും തുടങ്ങിയിട്ടുള്ള രാസമരുന്നുകളെയൊക്കെ ആശ്രയിക്കുന്നതിൻ്റെ ഒരു കാരണം. ഇത്രയും കൂടുതൽ രാസമരുന്ന് ഉപയോഗവും മദ്യപാനവും കേരളത്തിൽ വരാൻ കാരണം എന്താണ്? ഈ ഒരു തരത്തിലേക്ക് പോകാൻ കഴിയണം. ഒരു രസാത്മകത, ജീവിതത്തിനൊരു രസാത്മകത ഇല്ലെങ്കിൽ പോയില്ലേ അല്ലേ? അതെ. ഇപ്പോൾ ഇന്നിപ്പം നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാ വാർത്തകളെയും എല്ലാവരും പറയും. ഇപ്പം
ടെലിവിഷൻ ചാനലുകാരുടെ ഒരു റിപ്പോർട്ടിംഗ് ഉണ്ട് കേരളത്തിനെ ഞെട്ടിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളം എപ്പോഴും ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ശരി അല്ലേ? അതെ. അപ്പോൾ ഇത് ഞെട്ടതുകൊണ്ട് ആവശ്യമൊന്നുമില്ല. ഇത് ഇന്നതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞെട്ടതുകൊണ്ട് ആവശ്യമില്ല, ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അത് കാണുന്ന ആ ലേഖകൻ്റെയോ ലേഖികയുടെയോ മാനസികാവസ്ഥയാണ് സമൂഹത്തിലേക്ക് വിടുന്ന സാധനം. മറിച്ച് ഇത് ഞെട്ടേണ്ട ആവശ്യമില്ല, ഇന്നതുകൊണ്ടാണ് ഇന്ന സംഗതികൾ ഉണ്ടാകുന്നതെന്നുള്ള ഒരു സൂക്ഷ്മ ദൃഷ്ടി ആ ലേഖകനോ ലേഖികയോ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ രംഗം മാറുകയാണ് ചെയ്യുന്നത്. അത് വരുന്നില്ല സാധനം. അപ്പോൾ അത്തരമുള്ള ഒരു അവസ്ഥയിലേക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിനെ ആ ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധു ആനന്ദവനം ഭാരതി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ മഹാമണ്ഡലേശ്വർ പദവി, അതായത് ഇന്ത്യയിലെ ആ ഒരു ഇപ്പോൾ ജുനാ അഖാഡ എന്ന് പറയുന്ന പുരാതനമായ അഖാഡ, ഏറ്റവും വലിയ അഖാഡ സന്യാസി മണ്ഡലം എന്ന് പറയുന്നതാണ് ജുനാ അഖാഡ. ഈ കുംഭമേളയുടെ നടത്തിപ്പിൻ്റെ മുഖ്യ ചുമതലയിൽ ഒന്ന് അവർക്കാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പരമോന്നത പദവിയിലാണ് എത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ മാത്രമല്ല ചെറുപ്പമാണ്. അതെ. യുവാക്കളുടെ വിഷയങ്ങൾ അറിയാം. അതോടൊപ്പം തന്നെ വളരെ എടുത്തിയാട്ടങ്ങളില്ലാത്ത, പണ്ടുതൊട്ടേ ഇല്ലായിരുന്നു കേട്ടോ, എടുത്തിയാട്ടങ്ങളില്ലായ്മ മാത്രമല്ല ഒരു അമിതമായ അറ്റാച്ച്മെൻറ്റുകളോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഗതികളൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് സൗഹൃദത്തിൻ്റെ പേരിൽ അങ്ങനെയുള്ള സംഗതികളല്ല. അത് പണ്ടുകൊണ്ട് ഇപ്പോഴും അത് തന്നെ നിലനിർത്തുന്നു. അതേ സമയത്ത് വളരെ ഓണസ്റ്റായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം അവതരിപ്പിക്കുക, അറിയാൻ വയ്യാത്തതിനെ പഠിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നമുക്കൊരു സംഗതി അറിയില്ല എന്നുള്ള തിരിച്ചറിവാണ് അറിവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അത് ഏറ്റവും കൂടുതലുള്ള ഞാൻ കണ്ടിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒരു പദവി എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇന്നിപ്പോൾ ഒരുപാട് ഇപ്പോൾ സന്യാസിമാരെക്കുറിച്ച് പോലും നമുക്ക് വ്യക്തമായൊരു മതിപ്പില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം. അത് കേരളത്തിലെ ജനതയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ചില സന്യാസിമാരൊക്കെ രാഷ്ട്രീയക്കാരെക്കാട്ട് വലിയ രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ എന്തായാലും ഈ മഹാമണ്ഡലേശ്വറിൻ്റെ ഒരു സ്ഥാനലബ്ധി, അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ മുമ്പിൽ സലിലില്ല. എൻ്റെ മുമ്പിൽ നിന്ന് മഹാമണ്ഡലേശ്വർ, സാധു ആനന്ദവനം മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.